ഫോളോ യുവർ ഡ്രീംസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നലെ രാത്രി താമസിച്ച റൂമാണിത്. സൽമാൻ ഹോട്ടൽ കുംട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. കുഴപ്പമില്ല, നല്ല റൂമാണ് കേട്ടോ. റൂമിലും ബെഡും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ്. ബാത്റൂമൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മളെ മുതൽ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഫതില് ബാഗും ടെൻറ്റും സാധനങ്ങളൊക്കെ വെച്ച് കെട്ടാണ്. അതിൽ നേരത്തെ ഓവർ ദമ്മാക്കണ്ട, ചിലപ്പോൾ ടെൻറ്റ് 4 കഷ്ണമായി പോകും. നമുക്കിനി ഇവിടുന്ന് ഗോവയിലേക്ക് ഒരു 145 കിലോമീറ്ററാണ് ഇനി പോകാനുള്ളത്. നോക്കാം, അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ കറങ്ങി പോകണം. ഓക്കെ, റെഡിയല്ലേ? അത് മറ്റേ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കെട്ടല്ലേ അത്? ആ ബോട്ടിലിന് മുകളിൽ കിട്ടും. അപ്പം നമുക്ക് നേരെ ഗോവയിലേക്ക് വിടാം അല്ലേ? ഓക്കെ, ഉഷാറല്ലേ പതിലോ? ആ, ഓക്കെ.
സ്ഥലം ഗോവയിലേക്ക് പോണ വഴിയിലുള്ള ബീച്ചാണിത്. ഒരു കിലോമീറ്ററിൻ്റെ മുകളിലോളം ബീച്ച് ഉണ്ടെന്നാണ് തോന്നുന്നു അല്ലടാ. അതിലോ 1 കിലോമീറ്ററിൻ്റെ മേലെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. അവിടെ നേരെ നോക്ക്, അത്രയും ദൂരത്തേക്കുണ്ട്. सामने ऐसी है ഫുള്ളല്ലേ? റെഡി അല്ലേ? ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അവിടെ എത്തിപ്പോ പൂനെ റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഇപ്പോൾ കേരള ബോർഡർ കഴിഞ്ഞ് കർണാടക കഴിഞ്ഞ് ഗോവ ബോർഡറിൽ നിന്ന് കഴിഞ്ഞിട്ട് നേരെ കോൺപൂർ, ബേൽഗാവി. ഗോവ ബോർഡറിൽ നിന്ന് നല്ല റോഡാട്ടോ, നല്ല അടിപൊളി റോഡാണ്. കാൺപൂരിലേക്ക് മൊത്തത്തിൽ 100 കിലോമീറ്ററോളം ഫുള്ള് ഫോറസ്റ്റാണ്. അതിൽ പേൽഗാവിയിൽ കുറച്ച് റോഡ് മോശമുള്ളൂ, ബാക്കിയൊക്കെ നല്ല അടിപൊളിയാണ്, ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗോവയിൽ ഇതേമാതിരി ട്രിപ്പ് പോണവർ ഗോവ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് മില്ലൻ എന്ന് പറഞ്ഞിട്ടൊരു ലോഡ്ജ് ഉണ്ട്. വേറെ ഒരാൾ പറഞ്ഞു തന്നതാണ്. ആ സിറ്റിയിൽ ഏറ്റവും റേറ്റ് കുറവുള്ള ലോഡ്ജ് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ലോഡ്ജിലൊക്കെ 800, 900, 1000, 1500 പ്ലസ് GST ആണ്. അപ്പോൾ പണ്ടത്തെ ലോഡ്ജാണ് അത്. ഇനി ആരെങ്കിലും യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ ഗോവയിൽ പോയിട്ട് ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് മില്ലൻ ലോഡ്ജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റ് ഒരുപാട് കുറഞ്ഞിട്ട് കിട്ടുമല്ലോ. ഓക്കെ. പിന്നെ അതുപോലെ
നമ്മളിതുപോലെ ബൈക്കായിട്ട് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മാസ്ക് ഉണ്ടല്ലോ, സർജിക്കൽ മാസ്ക്, ഇതായിരിക്കും ഉപയോഗിക്കുന്നത് ഏറ്റവും നന്നാവുക. കാരണം മറ്റുള്ള മാസ്കൊന്നും ഉപയോഗിക്കേണ്ടെന്നല്ല പറയണത്. കാരണം വെച്ചാൽ അതിൽ നിന്ന് ഓരോ കട്ടിയായിട്ടുണ്ടാവും, കുറേ ലെയറുകൾ, എന്നിട്ട് കാറ്റൊന്നും ശരിക്കും കിടക്കില്ല. ഒന്നാമതെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ പകലാണ് കൂടുതലായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഹീറ്റൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഓൾറെഡി തന്നെ ഹെൽമെറ്റ് ഇടുമ്പോൾ തന്നെ ഉള്ളിലൊക്കെ ഭയങ്കര ചൂടും വേർത്ത് ഒലിക്കും. ഇതാകുമ്പോൾ അതിലുള്ള സാധനം അറിയില്ല, നല്ല കംഫർട്ടബിളായിട്ട് അവിടെ നിൽക്കും, നല്ല സുഖം, നല്ല കൂളിംഗ് ആയിട്ടുണ്ടാവും. എനിക്ക് കൂടുതലായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഈ മാസ്കാണ് കേട്ടോ. ഇത് നല്ലയിടത്തുനിന്ന് നമ്മളെ ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് വെച്ചാൽ നല്ലോണം മെഡിക്കൽസിന് ആഷിഫ് എന്ന് പറഞ്ഞ സ്നേഹിതനിൽ നിന്ന് വാങ്ങിച്ചാൽ ഇതിന് പുറത്ത് 10 റുപ്യൊക്കെ വില ഉണ്ടാവും. അല്ല പുറത്തൊന്നല്ല, ഒരുവിധം സ്ഥലത്തൊക്കെ 10 റുപ്യ, ചില സ്ഥലത്ത് അതിൽ കൂടുതൽ വാങ്ങുന്നുണ്ട്. ഞാനിത് ഒന്നായിട്ട് എനിക്ക് കുറച്ച് റേറ്റ് കുറച്ചിട്ടാണ് തന്നത്. ഒരു 10 രൂപ ഞാൻ വാങ്ങിച്ചതാണ്. എനിക്കിത് നല്ല കംഫർട്ടബിളായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ഇതുവരെ അതായത് ലോങ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കാം എന്താണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ റൂട്ടൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിലോ ഇന്നലത്തെ കഥയാണ്. റൂട്ടൊക്കെ തെറ്റി 1 മണിക്കൂറിന് മേലെ വൺ സൈഡ്, മൊത്തത്തിൽ 2 മണിക്കൂറോളം അപ്പ് ആൻഡ് ഡൗൺ കുറേ ഓടേണ്ടി വന്നു. അതുണ്ടാവും, പുതിയതല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. GPS പോയതാണ്. GPS വഴി ആ മുതലാളി നമ്മളെ പറ്റിച്ചതാണ്. GPS മുതലാളി നമുക്ക് പണിയാണ്. പണി തന്നല്ല, ഒന്നുമില്ല, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ വന്നതാണ്. നമ്മളിപ്പോൾ ഇന്ന് പോകുന്ന, അതായത് ഗോവ ബോർഡറിൽ വെച്ചാണ് ഇന്നലെ നമ്മൾ അവിടെ എത്തിയത്. ഇന്ന് വന്ന ഗോവ ബോർഡറിൽ തന്നെ ഇന്നലെയും ഗോവ ബോർഡറിൽ വന്നത്. അവിടുന്ന് റിട്ടേൺ ആണ് വേറെ സ്ഥലത്തേക്ക് പോയത്. ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ പൂനെ റോഡിലുള്ള ബൈപ്പാസാണ്, ഹൈവേ റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടുന്ന് മഹാബലേശ്വരം, അവിടെ ഒരു 2-3 സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാണ്ട്. എന്താണ് എലിഫൻറ്റ് ഹെഡ് പോയിൻ്റ് അല്ലേ, എലിഫൻറ്റ് ഹെഡ് പോയിൻ്റ്. പിന്നെ 1-2 സ്ഥലങ്ങൾ, നമുക്ക് കൂടുതൽ സ്ഥലങ്ങളൊന്നും കവർ ചെയ്യുന്നില്ല. ബഡ്ജറ്റിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ബാധിക്കും. അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ ഫോറസ്റ്റിനുള്ളിൽ കൂടെ യാത്ര എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലങ്ങളാട്ടോ. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ കുറേ സ്ഥലത്ത് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, അതുപോലെ കൃഷി, നെൽകൃഷി, പിന്നെ കൂടുതലായിട്ടുള്ളത് കരിമ്പ്, അത് കൃഷികളൊക്കെയാണ് അവിടെ ഉള്ളത്. നമ്മളെ വണ്ടി തേക്കണേ അപ്പോൾ അവിടെ പതിലൊന്ന് മാറിക്ക്, പതില് നമ്മളെ മുത്തിനൊന്ന് എടുക്കട്ടെ. വണ്ടിയൊക്കെ ഉഷാറാണ് കേട്ടോ, ഒന്നും അലഹംദുലില്ലാ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതെ, ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല, ഇനി ഇല്ലാണ്ടിരിക്കട്ടെ. പിന്നെ ഈ സാധനം കണ്ടോ നിങ്ങൾ, ഈ സ്ക്രൂ, ഇത് ഞാൻ കാസർഗോഡ് നിന്ന് തൊലടിച്ചിട്ട് ബോൾട്ട് ഇട്ടതാണ്. അതായത് ഇവിടെ കാല് വെക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് മടങ്ങി നിൽക്കുന്നതുകൊണ്ട് കാലൊന്ന് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് തൊലടിച്ച് ഇതിൻ്റെ മേലെ കയറ്റി വെച്ചാൽ, ഇതിൻ്റെ മേലെ കയറ്റി വെച്ചപ്പോഴോ എല്ലാവരും നോക്കലോടെ നോക്കല്, ഒടുക്കത്തെ നോട്ടാണ് എല്ലാവരും നോക്കുന്നത്. ഓരോ വിചാരം വല്ല ആർലി ഡേവിസണിനൊക്കെയാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇതുള്ളതുകൊണ്ട് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാനാണല്ലോ, ഒരു ബുദ്ധിമുട്ടില്ല യാത്ര ചെയ്യുന്നതിന്. നല്ല ഫ്രീ ആയിട്ട്, ഒരു ടയർഡും ഇല്ല. ഇത് നമ്മളെ ഫതലുവിൻ്റെ ഐഡിയ ആണ് കേട്ടോ, ഈ വെള്ളത്തിൻ്റെ ബോട്ടിൽ വെച്ചത്. ഈ ബോട്ടിൽ ഇവിടുന്ന് എടുക്കൊന്നുമില്ല, ഇതിവിടെ ഇങ്ങനെ മൂടി തുറക്കാം, എന്നിട്ട് കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുടിക്കുക. വേണ്ടാ, ഇങ്ങനെ വെള്ളം വരും. കൂടുതൽ തുറന്നാൽ മൊത്തമായിട്ട് വെള്ളം പോകും. ഇത് ഫതലുവിൻ്റെ ഒരു സ്പെഷ്യൽ ടെക്നിക്കാണിത്. ഇത് സ്ക്രൂ അല്ല കേട്ടോ, ഇത് ബോൾട്ടാണ്. അത് നെട്ടും ബോൾട്ടാണ്, മാറിപ്പോയതാണ്. പെട്ടെന്ന് വായിൽ സ്ക്രൂ എന്ന് വന്നോയതാ, സോറി. ഇതാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച സ്ഥലം.
പാൽഗാവ് നിന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ ഓടിയിട്ടാണ് നമ്മൾ ഈ ഹോട്ടലിലേക്ക് എത്തിയത്. മുംബൈ എക്സ്പ്രസ് ധാബ. ഭക്ഷണം കുഴപ്പമൊന്നുമില്ല, പക്ഷേ റേറ്റ് കൂടുതലാണ്. കർണാടക ഇങ്ങനത്തെ ധാബയിലൊക്കെ റേറ്റൊക്കെ ഒരുപാട് ജാസ്തിയാണ് ഉണ്ടാവുക. ചായ കുടിക്കണോ? ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇപ്പം ഞങ്ങൾ ഏതേനു ഹലോ കാരാട് കഴിഞ്ഞ് 100 കിലോമീറ്റർ 100 കിലോമീറ്റർ അതിനൊരു 100 കിലോമീറ്റർ കൂടി മഹാബലേശ്വരത്തേക്ക് ഓടാനുണ്ട്. ഒരു മഹാബലേശ്വരത്ത് അവിടെ പോകുമ്പോഴത്തേനെ അവിടെ റൂം നോക്കണം. ഇവിടെയുള്ള വണ്ടിക്കാർക്കൊക്കെ കിടക്കാനുള്ള സ്ഥലമാണ് അത്. നമ്മളൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇവിടെ ഫുള്ള് ലോറിക്കാർ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവാം. അവർക്ക് റെസ്റ്റ് എടുക്കുക, കിടന്ന് ഉറങ്ങുക. സുഖമായിരിക്കും. നമ്മളിപ്പോൾ മഹാബലേശ്വരത്തെത്തി. ഇപ്പം ഇന്നലെ മഹാബലേശ്വരം പാഞ്ചി എന്നുള്ള സ്ഥലത്താണുള്ളത്. നല്ല ഹൈ റേഞ്ചസ് ഏരിയ ആണ്. നല്ല തണുപ്പാണ്. അത് മാത്രമല്ല, ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ എവിടെയും റൂം നോക്കണ്ടോ. ഇവിടെ റൂമിനും ഭയങ്കര റേറ്റാണ്. പ്രത്യേകിച്ച് ഈ ദീപാവലിൻ്റെ ടൈം ആയതുകൊണ്ട് ഇനിയും കൂടുതലാണ്. 2000 അവിടെ നിന്ന് അങ്ങോട്ടൊക്കെയാണ് റേറ്റ്. നമുക്കിപ്പോൾ കിട്ടിയത് തന്നെ 1300 രൂപേൻ്റാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഒരു 45 കിലോ, ഈ മഹാബലേശ്വരത്ത് നിന്ന് ഒരു 45 കിലോമീറ്റർ ടൗണിൽ റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും. 45 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റേറ്റ് കുറഞ്ഞ റൂമുകളൊക്കെ അവിടെ കിട്ടാനുണ്ട്. പക്ഷെ നമ്മളത് നോക്കിയില്ല. ഇവിടെ അടുത്ത് കുറച്ച് സ്ഥലങ്ങൾ പെട്ടെന്ന് കവർ ചെയ്യാൻ, ലഗേജൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് പോവാന്നുള്ളതിലാണ് ഇവിടെ തന്നെ റൂം എടുത്തത്. അതായപ്പോൾ ഏകദേശം തീരുമാനമായി. നല്ല പണിയാണ് കിട്ടിയത്. അതേമാതിരി ഫുഡിനൊക്കെ റേറ്റ് കൂടുതലാണ്. ഇങ്ങനൊക്കെ പോയി കഴിഞ്ഞാൽ എക്സ്പെൻസ് നന്നായിട്ട് ചെലവാകും. നാളെ കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് വിചാരിക്കുന്നത്. അതന്നെ. നല്ല പിന്നെ നേരത്തെ ഒന്ന് പറയാനൊന്നും വിട്ടുപോയി. മറ്റേ ഗോവയത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഗോവ ബോർഡറിൽ നിന്ന് ആര് വരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാണെന്നുണ്ടെങ്കിൽ, അതായത് പൂനെ റോഡിലേക്ക് മറ്റേ എന്താണ് ബേൽഗാവി ആ റൂട്ടിലേക്കൊക്കെ കയറാനുള്ള ആൾക്കാരാണെങ്കിൽ ഗോവ ബോർഡറിൽ തന്നെ ഫുള്ള് പെട്രോൾ അടിച്ചോളാം. പെട്രോൾ ഇല്ലാണ്ട് വരാൻ നിൽക്കണ്ട. വേറെ എവിടെയും പമ്പും കാര്യങ്ങളൊന്നുമില്ല. ആ ബോർഡറിൽ 2 പെട്രോൾ പമ്പുണ്ട്. അവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. പിന്നെ അത് മാത്രമല്ല, രാത്രി ആരും ഡ്രൈവ് ചെയ്യാൻ നിൽക്കണ്ട. ഒരു 100 കിലോമീറ്ററിൻ്റെ അടുത്തോളം കാടാണ്. ഫുള്ള് കാട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, നമുക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. നമുക്ക് ഭാഗ്യമില്ലാന്നുള്ളൂ. അതേമാതിരി പൂനെ റോഡില് ഹൈവേയില് രാത്രി ഡ്രൈവിങ് വേണ്ട. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങള് ആകെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഉള്ളോട്ടൊക്കെയുള്ള റോട്ടിലാണ് കയറിയത്. കാരണം വാഹനങ്ങൾ വരുന്നത് ഭയങ്കര സ്പീഡിലാണ്. നമ്മൾ ചെറിയ ട്രാക്കിൽ കൂടെ പോയിട്ട് തന്നെ വലിയ വണ്ടി പോകുമ്പോഴത്തേന് പതിലൊന്നായിട്ട് ആടിപ്പോയാ ചെയ്യുന്നത്. അതിലല്ലേ. അപ്പൊ നോക്കിയിട്ട് അതിനെ മട്ടം പോലെ ആരാച്ചാല് വരാം. പിന്നെ ആരില്ല. പിന്നുണ്ട് കാര്യമായിട്ട് ഒരാളും കൂടി ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള റൂട്ടും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നത് ഒരാള് യൂട്യൂബ് ചാനലുള്ള ഒരാളാണ്. OMV എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അസ്ലം എന്നാണ്. മൂപ്പരെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ഏകദേശം മനസ്സിലാവും. ഫുള്ള് മാപ്പ് കറക്റ്റായിട്ട് എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്നുള്ള എല്ലാ ഡീറ്റെയിലും പറഞ്ഞുതരും. അതുപോലെ തന്നെ മംഗലാപുരത്ത് ഒരാളുണ്ട്, ജോയ് എന്ന് പറഞ്ഞിട്ട്.
അടിപൊളി മനുഷ്യനാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ്. ഇപ്പൊ നമ്മളിവിടേക്ക് വരുന്നതിന് കുറച്ച് മുമ്പ് കൂടിയും അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളൂ. നല്ല മനുഷ്യനാണ്. എന്ത് കാര്യങ്ങളിലും എന്ത് ആവശ്യത്തിനും എല്ലാത്തിനും റെഡിയാണ്. ഒരുപാട് നന്ദിയുണ്ട്. ആ ജോയി ചേട്ടനക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കൂ എവിടെ എത്തിയ എന്തായി എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കൂ. ഒരുപാട് ഉപകാരമുണ്ട്. പിന്നെന്താ മുത്തേ, ഇനിയിപ്പോ നമ്മള് നാളത്തെ റൂട്ടിന്റെ നാളെ ഇവിടുന്ന് രാവിലെ നാളെ രാവിലെ ഇവിടുന്ന് നേരത്തെ ഇറങ്ങും. ഒരു 6 മണിയാകുമ്പത്തിൽ ഇറങ്ങണമെന്നാണ്. അതായത് എലിഫന്റ് ഹെഡ് പോയിന്റിലേക്കാണ് പോണത്. അത് കഴിഞ്ഞിട്ട് വേറെ എവിടേക്കും പോകാൻ പറ്റുമെന്നുള്ളതും കൂടി നോക്കണം. കാരണം ഇവിടുന്ന് രാവിലെ 10 മണിക്ക് ചെക്കൗട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതൊരു മണിക്കൂർ നീട്ടി തന്നിട്ടുണ്ട്. ഒരു 11 മണി അത്രയല്ലേ ഉള്ളൂ അല്ലേ? 12 മണി കഴിഞ്ഞാൽ ചിലപ്പോൾ 1500 രൂപ കൊടുക്കേണ്ടി വരും. അതിന് മുമ്പായിട്ട് പോകാൻ പറ്റുമെന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പൊ നാളെ രാവിലെ നമുക്ക് കാണാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഉള്ള മഹാബലേശ്വരത്തെ വാണ ലേക്കിലാണുള്ളത്. എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്താണ് ഇവിടുത്തെ പാട്. ടിക്കറ്റും റേറ്റും എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 300 രൂപയാണ് അരമണിക്കൂറിന്. 1 മണിക്കൂറാണെങ്കിൽ 600 രൂപ. കുട്ടികളടക്കം 6 പേരെ പോകാൻ പാടുള്ളൂ. പിന്നെ പാഡൽ ബോട്ട് 1 മണിക്കൂറിന് 500 രൂപ. കുട്ടികളടക്കം 6 പേർക്കേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ കുതിരസവാരി ഉണ്ട്. ഇവിടെ ഫുള്ള് ചെക്ക് ചെയ്തിട്ടേ ഇവിടുന്ന് വിടുകയുള്ളൂ കേട്ടോ. പേരും കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ വാങ്ങിച്ചിട്ടാണ് അകത്തോട്ടേക്ക് വിടുന്നത്. അരമണിക്കൂർ 300 രൂപ. പിന്നെ 600 രൂപ 6 പേർക്ക് 1 മണിക്കൂറിന്. പിന്നെ മറ്റേ ചവിട്ടിയിട്ട് പോണതിന് റേറ്റ് ഉണ്ട്. ഊട്ടിത്തെ അതേമാതിരി തന്നെയാണ്. പക്ഷെ തിരക്കുണ്ട് ഇവിടെ. കുറെ ആൾക്കാരൊന്നും മാസ്ക് ഒന്നും ശരിക്കും ഉപയോഗിക്കണമെന്നില്ല. പക്ഷെ ഉള്ളോട്ടേക്ക് അടുക്കുമ്പോൾ മാസ്ക് ഒക്കെ നിർബന്ധമാണ്. സാനിറ്റൈസർ വെച്ചിട്ട് കൈ വാഷ് ചെയ്യണം. നമുക്ക് എന്നാലും എലിഫന്റ് ഹെഡ് പോയിന്റിലേക്ക് പോയേക്കല്ലേ. നമ്മളിവിടെ ഉള്ളിലേക്കൊന്നും കയറുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് സമയം തീരെയില്ല. 11 മണിക്ക് റൂം ചെക്കൗട്ട് ചെയ്യണം. ഇതാണ് മാപ്രോ ഗാർഡൻ. ഇവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന ഫുള്ള് സ്ട്രോബെറി ആണ് കേട്ടോ. ഏരിയ മൊത്തമായിട്ട് ഫുള്ള് കച്ചവടക്കാട് സ്ട്രോബെറി ആണ്. നമുക്ക് ഉള്ളോട്ടൊന്ന് കയറി വെക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള സൂപ്പർ മാർക്കറ്റാണിത്. ഫുള്ള് സ്ട്രോബെറിൻ്റെ ഐറ്റംസ് സാധനങ്ങളാണ്. ജ്യൂസ്, അങ്ങനെ ഒരുപാട് ചോക്ലേറ്റ്സ്, എല്ലാം സ്ട്രോബെറി ഐറ്റംസ് ആണ് ഇവിടെ.
ഇത് റെസ്റ്റോറൻ്റ് അല്ലേ ഫതിലോ? ഇതാ സ്ട്രോബെറിൻ്റെ കൃഷിയൊക്കെ ഇതിന് പുറത്താട്ടോ. ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഇവിടെ. വീഡിയോ അതിൽ നിർത്താം. പോവാണ്ട് നടക്കാണ്ട് നടക്കാണ്ട നടക്കാലോ. നമ്മൾ എവിടെ എത്തുക? എലിഫന്റ് വ്യൂ പോയിന്റ്. എലിഫന്റ് വ്യൂ പോയിന്റിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. കുറച്ച് താഴോട്ടേക്ക് പോകണം. അങ്ങോട്ട് പോയി നോക്കാം. അടിപൊളി സ്ഥലമല്ലേ അൻസർക്ക? അപ്പോൾ ഇതാണ് എലിഫന്റ് ഹെഡ് പോയിന്റ്. പക്ഷേ ഈ എലിഫന്റിന്റെ തല എവിടെയാണെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ കുറേ നോക്കി, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എവിടാണ് എലിഫന്റ് ഹെഡ് പോയിന്റ് എന്ന്. ഇതിന്റെ താഴത്താണെന്ന് തോന്നുന്നുണ്ട്. സംഭവം ഇങ്ങനാണ്. കിടില സ്ഥലങ്ങളാണ്. നല്ല വ്യൂ പോയിന്റ് ആട്ടോ. അടിപൊളി പോയിന്റ് കാണാൻ. ഫോട്ടോസൊക്കെ അത്യാവശ്യം എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. പിന്നെ ഇങ്ങോട്ട് കയറി വരുന്നത് ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടിയാണ്. അവിടെ വഴിയിൽ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. 2 വീലറിന് ചെക്കിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. കാറാരൊക്കെ ഫുള്ള് ചെക്ക് ചെയ്യുന്നുണ്ട്. ഫുള്ള് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ്. 20-30 സ്പീഡിൽ കിലോമീറ്ററിലെ ഇങ്ങോട്ടേക്ക് വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ഇനി അടുത്തെന്താണ്? അടുത്ത് ഇവിടെ നമ്മൾ തിരിക്കുക, റൂമിൽ പോവാ. നേരെ റൂമിലേക്ക് പോവാം. മുകളിലോട്ട് പോകുമ്പോൾ ചെറിയൊരു കയറ്റമുള്ളൂ അല്ലേ ഫതിലോ? കൊച്ചു സ്റ്റെപ്പുകൾ, കൊച്ചു കിതപ്പുകൾ. അവിടെ എത്തിക്കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുക, ഒരു ചായ കുടിക്കുക. അയ്യോ ഇവിടെ നമ്മളെ മുതലിതൊക്കെ എടുക്കണ്. ഇത്രയും പാവം, ഇത്രയും കയറ്റങ്ങളൊക്കെ കയറി വന്ന്. ഇത് ഫുള്ള് ഫോറസ്റ്റാണേ. ബാക്കി പറഞ്ഞോ. അങ്ങനെ നമ്മൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ചെക്കൗട്ടൊക്കെ ആയി, വണ്ടിയൊക്കെ റെഡിയാക്കാണ്. ഇതാണ് എടുത്ത റൂം. ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം ഇവിടെ നിന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അയക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തണേ. ഓക്കെ, ബൈ.